ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയായ നൈലിലൂടെയാണ് ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നത്. നൈൽ നദിയിലൂടെ രാവും പകലും ഒരു യാത്ര. അതെ, അത് വളരെ നാളത്തെ എൻ്റെ കാത്തിരിപ്പായിരുന്നു. ഏറെ നാൾ കാത്തിരുന്ന് കൈവന്നതിനാലാകാം നൈൽ നദിയിലൂടെ സംസ്കാരങ്ങളുടെ ചിറകിലേറി ജനപഥങ്ങൾ കണ്ട് പച്ചയായ മനുഷ്യജീവിതങ്ങൾ തൊട്ടറിഞ്ഞ് ഈജിപ്തിൻ്റെ തീരങ്ങൾ കണ്ടറിഞ്ഞുള്ള യാത്ര എത്ര രസകരമാണ്. ഒടുങ്ങാത്ത ത്രില്ലിലാണ് ഞാൻ. അസ്വാനിൽ നിന്നുമാണ് ഞാൻ കപ്പൽ യാത്ര തുടങ്ങിയത്. എട്ട് കിലോമീറ്റർ വീതിയും 7000 കിലോമീറ്റർ നീളവുമുള്ള വമ്പൻ നദിയായ നൈലിലൂടെയുള്ള യാത്ര ഏത് സഞ്ചാരിയും കൊതിച്ചു പോകുന്ന ഒന്നാണ്. ആ അസുലഭ അവസരമാണ് എനിക്കിപ്പോൾ കൈവന്നിരിക്കുന്നത്. യാത്രാഭാഗ്യത്തെപ്പറ്റി ഓർത്തപ്പോൾ മനസ്സിൽ സന്തോഷം നൈലിലെ ഓളങ്ങളെപ്പോലെ ആർത്തിരമ്പി. പക്ഷേ എനിക്ക് ചിന്തിച്ചു നിൽക്കാൻ സമയമില്ല. നൈൽ നദീതീര കാഴ്ചകൾ പരമാവധി പകർത്തുകയാണ് എൻ്റെ ദൗത്യം. അതിനായി ഞാനും എൻ്റെ ക്യാമറയും റെഡിയായി. 4 നിലയുള്ള യാത്രാ കപ്പലിൻ്റെ ഏറ്റവും അടിത്തട്ടിലെ മുറിയാണ് എൻ്റേത്. മുറിയിലേക്ക് കയറിയ ഞാൻ ഒന്നമ്പരന്നു. കാരണം എന്തെങ്കിലും കാരണവശാൽ കപ്പലിന് ചെറിയ ഒരു അപകടം സംഭവിച്ചാലും ആദ്യം വെള്ളം കയറുന്നത് എൻ്റെ മുറിയിലായിരിക്കും. ദൈവമേ, അത് ഓർത്തപ്പോൾ വേണ്ട, നമ്മൾ എപ്പോഴും ശുഭാപ്തി വിശ്വാസക്കാരായിരിക്കണം. ഒന്നും വരില്ല, മനസ്സിൽ 2 വട്ടം ഞാൻ പറഞ്ഞുറപ്പിച്ചു. ഏറ്റവും താഴത്തെ മുറി കിട്ടിയത് നന്നായി. കാരണം നൈലിൻ്റെ ശക്തമായ ഒഴുക്ക് ഇത്ര നന്നായി പകർത്താൻ ഒരുപക്ഷെ മറ്റാർക്കും കഴിഞ്ഞിട്ടുണ്ടാവില്ല. ജനാലയുടെ പകുതിക്ക് താഴെ വെള്ളം, അതിനു മുകളിൽ മാത്രമാണ് തീരക്കാഴ്ച. കൊള്ളാം, നല്ല രസം തന്നെ. അവിടെ നിന്ന് നോക്കിയാൽ നൈലിൻ്റെ ഓളങ്ങൾ കപ്പലിൻ്റെ ചില്ല് ജനാലയിൽ തട്ടിത്തെറിക്കുന്നത് മുതലുള്ള കാഴ്ചകൾ കാണാം. പകുതി വെള്ളം, ബാക്കി ഓളപ്പരപ്പിന് മുകളിലെ കാഴ്ച. അതാണ് ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈജിപ്തിലെ അസ്വാനിൽ നിന്നും ധാരാളം കപ്പലുകൾ സന്ദർശകരെയും കൊണ്ട് നൈലിലൂടെ യാത്ര ചെയ്യുന്നുണ്ട്. ലക്സർ മുതൽ അസ്വാൻ വരെയുള്ള നൈൽ നദീ യാത്ര ഈജിപ്തിൻ്റെ ടൂറിസം മാപ്പിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ലോക ചരിത്രത്തിൽ നൂറ്റാണ്ടുകളായി ഇടം പിടിച്ച ധാരാളം ചരിത്ര സ്ഥലങ്ങൾ കണ്ടുകൊണ്ടുള്ള ഈ യാത്രയ്ക്ക് പ്രതിവർഷം ലക്ഷക്കണക്കിന് സന്ദർശകരാണ് ഈജിപ്തിലെ ലസ്കറിലെത്തുന്നത്. ഇത് ഈജിപ്തിന് വലിയൊരു സാമ്പത്തിക സ്രോതസ്സു കൂടിയാണ്. തിരകളെ കീറി മുറിച്ച് ഓളങ്ങളെ പിന്നിലാക്കി എൻ്റെ കപ്പൽ യാത്ര തുടങ്ങി. എൻ്റെ കപ്പലിന് സമാന്തരമായി ഈജിപ്തുകാർ ജീവിതം കണ്ടെത്തുന്നു. വളരെ അകലെ കഴുതപ്പുറത്ത് ഒരു ഗ്രാമീണ യുവാവ്
നൈലിന്റെ കരയിൽ ധാരാളം കാലികൾ മേഞ്ഞു നടക്കുന്നുണ്ട്. കാലികളോടൊപ്പമുള്ള കന്നുകുട്ടികൾ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി തിമിർക്കുന്നത് പോലെ തന്നെയാണ് ഗ്രാമീണ സ്ത്രീകളോടൊപ്പം കുളിക്കാനിറങ്ങിയ കുട്ടികളും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുന്നത്. ഇവർക്ക് നൈൽ സ്വന്തം കൂടപ്പിറപ്പ് പോലെയാണ്. നൈലിന്റെ ഭീകരത നിറഞ്ഞ ഭൂതകാലം ഒന്നും കുരുന്നു മനസ്സുകളെ ഭയപ്പെടുത്തുന്നതേയില്ല. വെള്ളത്തിൽ കുളിക്കുമ്പോഴുള്ള സന്തോഷം കരമനയാറിൽ നീന്തി കുളിക്കുമ്പോൾ ഞാനും എന്റെ കുട്ടിക്കാലത്ത് നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. കുട്ടികളുടെ കളിച്ചിരി തമാശകൾ ഒരു നിമിഷം എന്നെ വർത്തമാനകാലത്ത് നിന്നും കൂട്ടുകാരോടൊത്തുള്ള എന്റെ ജലകേളികളിലേക്ക്, എന്റെ കുട്ടിക്കാലത്തിലേക്ക് കൊണ്ടുപോയി. കൂലം കുത്തി ഒഴുകുന്ന നൈലിൽ കുട്ടികളുമായി കുളിക്കാനിറങ്ങുന്ന ഇവർക്ക് പേടി അല്പം പോലുമില്ല. അങ്ങ് ദൂരെ പഴയ ചില കെട്ടിടങ്ങളുടെ ചെറിയ ചില ഭാഗങ്ങൾ കണ്ടു തുടങ്ങി. ഞാൻ കപ്പലിന്റെ മുകൾ തട്ടിൽ കയറി നിന്നു. ഇപ്പോൾ നദി താഴെ കൂടിയാണ് ഒഴുകുന്നത്. തീരത്തിനോട് ചേർന്നുള്ള റോഡിൽ ട്രക്കുകളും അല്പം ഉയരത്തിലുള്ള റെയിൽപാതയിൽ കൂടി ട്രെയിനുകളും ഓടുന്നുണ്ട്. മലമ്പാമ്പിഴയുന്നതുപോലെ ട്രെയിൻ ഓടിപ്പോകുന്ന കാഴ്ച ഞാൻ എന്റെ ക്യാമറയിലാക്കി. ഇപ്പോൾ എനിക്ക് നൈലിനെ അതിന്റെ പൂർണ്ണ വ്യാപ്തിയിൽ, പരിപൂർണ സൗന്ദര്യത്തിൽ കാണാനാവും. നേരത്തെ എന്റെ കപ്പലിനെ പുറകിലാക്കി ഓടിപ്പോയ കപ്പലിനെ ഇപ്പോൾ ഞാൻ പിന്നിലാക്കി. രണ്ട് കപ്പലും തൊട്ടില്ലെന്ന മട്ടിൽ ഓടിത്തുടങ്ങി. കാറ്റിൽ പറക്കുന്ന പട്ടം പോലെയാണ് നൈലിന്റെ നിശ്ചലതയിൽ തെന്നി നീങ്ങി ഓടുന്ന കപ്പലുകൾ. രണ്ടും അങ്ങനെ ശാന്തമായി പൊയ്ക്കൊണ്ടിരിക്കും. നൈൽ യാത്രയിലെ കപ്പൽ കാഴ്ചകൾ തന്നെയാണ് മറ്റൊരു സൗന്ദര്യ കാഴ്ച. കപ്പലിന്റെ മേൽത്തട്ടിൽ ധാരാളം സഞ്ചാരികൾ കാഴ്ചകൾ കാണുന്നതിനായി ചാരു കസേരകളിൽ കാറ്റും കൊണ്ടിരിപ്പാണ്. തീറ്റയും കുടിയും മാത്രമല്ല, നീന്തി കുളിക്കാനുള്ള സ്വിമ്മിംഗ് പൂളും ഓരോ കപ്പലിലുമുണ്ട്. ഒരു 5 സ്റ്റാർ ഹോട്ടലിന്റെ ആധുനിക സൗകര്യങ്ങളെല്ലാമുണ്ട് ഈ കപ്പലിൽ. ഈജിപ്ഷ്യൻ യാത്രയിലെ കപ്പലിൽ ആഹാരത്തിന്റെ കാര്യമാണ് എടുത്തു പറയേണ്ടത്. കപ്പലിനുള്ളിൽ 5 ദിവസത്തെ യാത്രക്കിടയിൽ ആഹാരം കൃത്യസമയങ്ങളിൽ തന്നെ വിളമ്പും. ആഹാരത്തിന് നിശ്ചയിച്ചിട്ടുള്ള സമയത്ത് തന്നെ ഡൈനിങ് ഹാളിലെത്തി കഴിച്ചുകൊള്ളണം. താമസിച്ചാൽ അന്ന് പട്ടിണി തന്നെ. വെള്ളം സൗജന്യമായി തരില്ല. ഓരോ കുപ്പി വെള്ളവും വില കൊടുത്ത് തന്നെ വാങ്ങണം. കപ്പലിലായതിനാൽ വില കൊടുക്കാതെ നിവർത്തിയുമില്ല. ഞാൻ കപ്പൽ ഡക്കിന്റെ കമ്പളത്തിലൂടെ ക്യാമറയും പിടിച്ച് നടന്ന് എന്റെ സുഹൃത്ത് തൃശൂർക്കാരനായ ജോഷി ഇരിക്കുന്ന ഭാഗത്തെത്തി.